അടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നി, എന്റെ പൊന്നി, എന്റെ പൊന്നി. വയസ്സ് നമ്മളാണ്ട് മോർണിംഗ് ഫിഷിങ് നമ്മൾ കൊട്ടാഞ്ചിയിലാട്ടോ. ഞാനുണ്ട്, നമ്മുടെ ചേട്ടച്ചാനുണ്ട്, നമ്മുടെ ബായി ഉണ്ട്. നമുക്ക് രാവിലെ എന്തെങ്കിലും അടിക്കാൻ നോക്കാം. ചെറുമീനാണ് ടാർഗറ്റ്. ബായിന് ഇടത്തെ വെക്കാണ്ട് പ്രശ്നമില്ല. എനിക്ക് ഞാൻ അവിടെ നിന്ന് അടിക്കണ്ടേ ഇല്ല. അയ്യോ, മണ്ടത്തരം കാണിച്ചു, മണ്ടത്തരം. അയ്യോ, മണ്ടത്തരം കാണിച്ച്. അത് അടിച്ചില്ലായിരുന്നു, ഞാൻ ഉക്കപ്പ് കൊടുത്തു, വേണ്ടായിരുന്നു. അത് ഒന്നുകൂടെ അടിച്ചായിരുന്നു കിട്ടിയേനെ. എന്റെ പൊന്നേക്കാനെ തൂക്ക്. ഫ്രണ്ട്സ്, നമുക്കൊരു മീൻ പോയി കേട്ടോ. നല്ല ഹെവി ഒരു സാധനമായിരുന്നു. പക്ഷേ ചെറിയൊരു ആവേശം കൂടിപ്പോയി. ആ രണ്ടാമത്തെ അടിക്കാൻ എടുത്താൽ മതിയായിരുന്നു. വെച്ച് കൊടുക്കണ്ടേ ആയിരുന്നു. ഞാൻ ഓർത്ത് അവൻ എടുത്തെന്ന്. അവൻ അടിച്ച നീ അടിക്കാൻ നമ്മളെ തൂക്ക് ഉറപ്പാ. ഞെട്ടിപ്പോയി കേട്ടോ. പുറത്തോട്ട് മാറിയെന്ന് തോന്നില്ലേ? ഞാൻ വരും. അയ്യോ, അങ്ങോട്ട് മാറി. എൻ്റെ കണ്ണി വെട്ടം അടിച്ച് പച്ച കളർ മൊത്തം മാറിയിട്ടില്ല. നമ്മളതിനെ തൂക്കും. അവനോടെയോ ഉണ്ട്, ആ ലൊക്കാലിറ്റിയിലുണ്ടോ അവനെ സാധനം ഉണ്ട് ഇവിടെ. ഇത് ഇനിയിപ്പം പണിക്ക് അവൻ ഒട്ടും തോന്നുന്നില്ല. ഒരാഴ്ച അവധിയാ. നിങ്ങൾ വന്നില്ല പോലെ വായു വരിയപ്പോ എന്നെ കൂടെ അടിപ്പിച്ചാൽ മതി. 7:30 അവിടെ എന്നിട്ട് കാഴ്ച എടുക്കാം. ഇങ്ങോട്ട് പോയി. ഇത് ആദ്യം ഒരു മൂട് തന്നെ. എന്റെ പൊന്നേ, ഹെവി സാധനം ചമ്മത്തിനകത്ത് കയറിയവൻ. എന്റെ പൊന്നു ഗൈസ്, എന്റെ പൊന്നേ, ഹെവി സാധനം ചമ്മത്തിനകത്ത് കയറിയവൻ. എന്റെ പൊന്നു ഗൈസ്, നല്ല സാധനമാ. ഉണ്ടോ നോക്കട്ടെ അത് സാധനം. ഹെവി സാധനം. ചേറാൻ നിൽക്കേ, നമുക്കൊരു ചേറാൻ കയറിയിട്ടുണ്ട്. എന്റെ പൊന്നെ, ഹെവി ആയിട്ട് പൊളിച്ച് കീടുക്കായിട്ട് നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞില്ല. അവിടെ തൂക്കിയല്ലേ എമ്മണ്ടൻ സാധനം. അടിപൊളിയായിട്ട്. കിടുക്കൻ ചേറാൻ. വാ, അടിപൊളി. അത് ഓപ്പൺ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ഹെവി ഐറ്റം കയറി ഗൈസ്. ഗൈസാണ്ടേ, നമുക്ക് ഹെവി ഒരു ചേറാൻ അടിച്ചിട്ടുണ്ട്. നല്ല കിടുക്കൻ ഒരു ചേറാൻ കേട്ടോ. അടിച്ച് അണ്ണാക്കിലെല്ലാം വെള്ളമാക്കി കാണിക്കുക. സിംഗിൾ ഹുക്കേ കയറിയിട്ടുള്ളൂ. അടിയെന്ന് പറഞ്ഞാൽ പൊളി അടിയായിരുന്നു കേട്ടോ. എൻ്റെ മോനെ കാണിച്ചു തരാം. വായം തുറക്കാം, ഇപ്പുറം ഇട്ടോട്ടെ. ഓക്കെ, എൻ്റെ മോനെ എങ്ങനെ പോയാലും ഒരു 2-2.5 കിലോ സൈസ് ഉണ്ട് കേട്ടോ. ഹെവി സാധനം. അതിനാണ് സ്പിന്നൊക്കെ നോക്കി
വിഷറി കണക്കുള്ള സ്പിന്നാട്ടോ. ഇത് കണ്ട കിടുക്ക് ബുൾ ഫ്രോയിൽ നമുക്ക് അടിച്ചേക്കുന്നത് ഹെവി ഐറ്റം. എൻ്റെ മോനെ കിടുക്ക് ഐറ്റം നമുക്ക് അടിച്ചേക്കുന്നുണ്ടല്ലേ. ബ്രാവോടെ സ്റ്റിക്കല്ല കേട്ടോ കയറ്റിയത്. എന്നാണ് ബ്രാവോടെ സ്റ്റിക്കല്ല കയറ്റിയത്. അതുപോലെ തന്നെ ബ്രാവോടെ ലൈനും കേട്ടോ. കിടുക്ക് സാധനം, ഒന്നും പറയില്ല. ഇവനെ എടുത്തിട്ട് എന്തെന്ത് കാസ്റ്റ് ചെയ്ത് നോക്കും, ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ മോനെ പൊളി 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 ഗൈസ്. ആണ്ട് നമുക്ക് ഹെവി ഒരു ചേറാൻ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ കിണ്ണ അടിയായിരുന്നു കേട്ടോ. ആശാണ്ട് ഇവിടെ വന്ന് ഏറെടുത്തു, അങ്ങോട്ട് ഇട്ട് ഒറ്റയടി. പൊളി അടി എന്ന് പറഞ്ഞാൽ പൊളി അടി. അവിടെ നിന്ന് അടി പൊട്ടും, ഉറപ്പാണ് വായിക്കടി പൊട്ടും. അത് ആ ഓപ്പൺ വാട്ടറിൽ അടിച്ച അടി ഉറപ്പായിട്ടും പൊട്ടും. ഞാൻ അത് പറഞ്ഞ ഈ സൈഡിലോട്ട് നമുക്ക് ഇട്ട് എന്ത് വണ്ടി അടിച്ചാൽ മതി. അവൻ ഇറങ്ങി വന്ന ഒറ്റ പൊട്ടിയായിരുന്നു. എന്റെ പൊന്നെ സാധനം പോയെണ്ണ പോയി. എന്റെ എന്തുവാടാ അത്, പേടിച്ചു പോയി. ഇതുണ്ടോ ഹുക്ക് ബെൻഡായി കേട്ടോ. ഹുക്ക് ബെൻഡായി. അവിടുത്തെ ഇതുണ്ടോ പതമുണ്ടോ. എൻ്റെ ദൈവമേ, ഹുക്കിൻ്റെ ഷാർപ്പ്നെസ് പോയിട്ടോ. ഇത് ബെൻഡായി, ഈ സാധനം ബെൻഡായി. ഹുക്കിൻ്റെ ഈ ഷാർപ്പ് ബെൻഡായി കേട്ടോ. ഹുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കയറിയില്ല, അതാ മിസ്സായി. അത് എങ്ങനെ പോലെ ഒരു 5 കിലോ മേലുള്ള സാധനം നമുക്ക് പഠിച്ചേ. എൻ്റെ ദൈവമേ. ഇതാണ്ടേ ഹുക്കിൻ്റെ ആ വെളിയിലോട്ടുള്ള കമ്പിയൊക്കെ കണ്ട് ഈ ബെൻഡായി കേട്ടോ. നിങ്ങൾക്ക് കാണാമോ, കമ്പിയൊക്കെ ബെൻഡായിട്ടുണ്ട്. അന്യ സാധനം. എൻ്റെ ദൈവമേ, കൈയും കാലും വിറയ്ക്കുന്നു. എൻ്റെ ദൈവമേ, അയ്യോ ആരെ കയറ്റും. കയ്യും കാലമൊക്കെ വിറയ്ക്കാണ് കൈസ്. അയ്യോ ആ അടിയുടെ സൗണ്ട്. എന്റെ പൊന്നെ ഹെവി സാധനം പോയെണ്ണ പോയി. എന്റെ ദൈവമേ, എന്റെ പൊന്നെ എന്തുവാടാ അത്, പേടിച്ചു പോയി. ഗൈസ് ഇതുണ്ടോ ഹുക്ക് ബെൻഡായി കേട്ടോ. ഹുക്ക് ബെൻഡായി. അവിടുത്തെ ഇതുണ്ടോ പതമുണ്ടോ. എൻ്റെ ദൈവമേ, ഹുക്കിൻ്റെ ഷാർപ്പ്നെസ് പോയിട്ടോ. ഇത് ബെൻഡായി, ഈ സാധനം ബെൻഡായി. ഹുക്കിൻ്റെ ഈ ഷാർപ്പ് ബെൻഡായി കേട്ടോ. ഹുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കയറിയില്ല, അതാ മിസ്സായി. അത് എങ്ങനെ പോലെ ഒരു 5 കിലോ മേലുള്ള സാധനം നമുക്ക് പഠിച്ചേ. എൻ്റെ ദൈവമേ. ഇതാണ്ടേ ഹുക്കിൻ്റെ ആ വെളിയിലോട്ടുള്ള കമ്പിയൊക്കെ കണ്ട് ഈ ബെൻഡായി കേട്ടോ. നിങ്ങൾക്ക് കാണാമോ, കമ്പിയൊക്കെ ബെൻഡായിട്ടുണ്ട്. അന്യ സാധനം. എൻ്റെ ദൈവം. തോഴി ഓർമ്മ അങ്ങ് കിടക്കും വരുന്നത്. ക്യാമറ അതിനടിയിലോട്ട് കയറ്റിയിട്ട് മീൻ പോവും. മീനുണ്ട്, വരാറ് കിടക്കും. ഇവിടെ ഒരു വരാറുണ്ട് എപ്പോഴും. വീട്ടിൽ ചെന്നിട്ട് നല്ല ലീഡർ ലൈൻ ഒന്നും കെട്ടണം. കെട്ടി ഇനിയും വരുമ്പോൾ ഫാൻറ്റം പവർ എടുത്തിട്ട് വരുന്നുള്ളൂ. ഫാൻറ്റം പവർ മറ്റേത് നല്ല കളി നടക്കത്തില്ല. അതാകുമ്പോൾ ഏത് കൊമ്പനെ പിടിച്ചാൽ നമുക്ക് കയറ്റാം. ബ്രൈഡ് പോയി മെഗാപ്പിയുടെ ലൈനിങ് കയറ്റണം, എങ്കിലേ പരിപാടി നടക്കത്തുള്ളൂ. കൊട്ടഞ്ചിലാകുമ്പോൾ ലോങ് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കയറി നിൽക്കി ആ പോട്ടെ. വയസ്സണ്ടേ ഇന്ന് നമുക്ക് കിട്ടിയ മീനാട്ടോ. അല്ല ഹെവി, ഒരു 2-3 കിലോ ഉള്ള ഹെവി ചേറാനാട്ടോ. ഉണ്ടേ കയറി എടുത്തിട്ട് അല്ല കിടുക്കൻ ചേറാൻ, ഒന്നും പറയില്ല. രാവിലത്തെ ഹണ്ടിങ്ങാണ്. പൊളി ആ എൻ്റെ പൊന്നെ. തിരിച്ചുടി ആണോ, അങ്ങനെ അടി അല്ല കിടുക്കായിട്ടും കേട്ടാ.
നമുക്കൊരു സ്ട്രൈക്ക് കിട്ടി കേട്ടോ, നല്ലൊരു സ്ട്രൈക്കായിരുന്നു. അടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നി. മീനടിച്ച് ഹെവി സാധനം ഫ്രണ്ട്സ്, മീനടിച്ചിട്ടുണ്ട്. മീൻ പോവല്ലേ, ചേറാനെ കൊട്ടവഞ്ചി അങ്ങോട്ടങ്ങ് പോവാ. ഉയ്യോ, ജസ്റ്റ് ഹുക്ക് കൊട്ടവഞ്ചി പറക്ക് വിടുന്നു. അയ്യോ പോലെ എൻ്റെ മോനെ ക്യൂജ്. ഓ ഹെവി സാധനം നോക്കി, അടിപൊളി. രാവിലെ തായ് ഫ്രോയിൽ കയറി കേട്ടോ. എൻ്റെ മോനെ അടിപൊളി കിടുക്കാച്ചി സാധനം. കൊട്ടാഞ്ചി കൂടെ അങ്ങ് പോവാണ്, ഒറ്റയ്ക്കുള്ള കേട്ടോ. എൻ്റെ പൊന്നെ അന്യ ഫൈറ്റ്. തീർ ഹുക്കപ്പ് കേട്ടോ, സിംഗിൾ ഹുക്ക കയറിയുള്ളൂ, എങ്കിലും പട്ടക്ക ഹുക്കപ്പ്. കഴിച്ചോണ്ടേ ഇവനെ അടുത്ത് കൊല്ലിക്കത്തിട്ടെ നമുക്കൊന്നും കാസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം സമയമില്ല, മഴ ഇതുണ്ട്, നിങ്ങൾ കണ്ടോ, വെള്ളത്തിലോട്ട് വെക്കും, മഴ ചാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കൊട്ടാഞ്ചിയിൽ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും എടുത്തിട്ടിട്ട് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എൻ്റെ മോനെ പൊളിയായിട്ട് ഹുക്കെടുക്കട്ടെ. ഹുക്കെടുത്തു. ഉയ്യോ അവിടെ കിടക്കണം, നീ എവിടെ പോവാൻ? കൊട്ടാഞ്ചി ചാടി പോകത്തില്ല. ഇല്ലോട്ട് വാ, അവിടെ അഴുക്കാക്കാതെ. മാന്താ പോയിട്ട് പൊളിച്ച് കൊല്ലിക്ക് എത്താക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഏറ്റവും ഹെവി ജായിന്റ് സാധനം കേട്ടോ. നിന്നെ എണ്ണിക്കടാ.